Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? നേരത്തെ കഴിച്ചല്ലേ? മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റൂമും പിന്നെ കുറച്ച് എന്താ പറയാ ആ ഒരു മോർച്ചറി ഏരിയയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ഏരിയാസും കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓഫീസ് റൂം, ഡോക്ടേഴ്സ് റൂം, സ്റ്റോർ റൂം, പിന്നെ ടെക്നീഷ്യൻസിനും അസിസ്റ്റന്റിനും ആയിട്ടുള്ള റൂമുകള്, ചേഞ്ചിങ് റൂംസ്, ടോയ്ലറ്റ്സ്, ഇത്രയും വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇതുവരെ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വായിച്ചായിരുന്നോ? ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ ചാപ്റ്റർ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. മൈക്ക് ഓഫ് ആക്കുവാണ്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് മോർച്ചറി ആണ്. ടൈപ്സ് ഓഫ് മോർച്ചറിയിൽ നമുക്ക് 3 തരത്തിലുള്ള മോർച്ചറി ആണുള്ളത് കേട്ടോ. 3 ടൈപ്പ് ഓഫ് മോർച്ചറി ആണുള്ളത്. അതിനകത്ത് ഒന്നാണ് വെയിറ്റിംഗ് മോർച്ചറി, 2 ഹോസ്പിറ്റൽ മോർച്ചറി, മൂന്നാമത്തേത് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം എത്ര ടൈപ്പ് മോർച്ചറി ഉണ്ടെന്ന് ചോദിക്കാം. 3 ടൈപ്പ് മോർച്ചറി ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് വെയിറ്റിംഗ് മോർച്ചറി, second one is hospital mortuary, and the third and last one is private mortuary. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. ഫസ്റ്റ് തന്നെ നിങ്ങളൊന്ന് വായിക്കൂ കേട്ടോ, റീഡ് ചെയ്യൂ. ടൈപ്സ് ഓഫ് മോർച്ചറിയില് വെയിറ്റിംഗ് മോർച്ചറി തുടങ്ങി പ്രൈവറ്റ് മോർച്ചറി വരെ ഒന്ന് റീഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തേത് നോക്കാം. വെയിറ്റിംഗ് മോർച്ചറി. A waiting mortuary is a mortuary building planned specifically for the purpose affirming
that the deceased persons are truly dead. അതായത് മരിച്ച ആളുടെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള മോർച്ചറിയാണെന്ത് ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. മരിച്ച ആള് ആരായിക്കോട്ടെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള മോർച്ചറിയാണെന്ത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്നു, നമുക്കറിയില്ല അയാളെ, പെട്ടെന്ന് ബോധം കെട്ട് വീടുകയാണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ അയാൾ മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കാം. അയാളെ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ ഏത് ഏരിയയിലേക്കാണ് മാറ്റുന്നത്? അത് വെയിറ്റിംഗ് മോർച്ചറിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാല്, ഇപ്പൊ മരണപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള മോർച്ചറിയാണത് വെയിറ്റിംഗ് മോർച്ചറി. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈയിങ് ഡെത്ത് പീപ്പിൾ ഫിയർഡ് ദാറ്റ് ദേ വുഡ് ബി ബറീഡ് അലൈവ്. അതായത് പണ്ടത്തെ കാലത്ത്, അതായത് നമ്മുടെ മോഡേൺ മെഡിസിൻ ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഈ ഒരു ഡെത്ത് ഒക്കെ കൺഫേം ചെയ്തത്? എങ്ങനെയാണ് മരണമാണെന്ന് ഉറപ്പിക്കുന്നത്? എങ്ങനെയായിരുന്നു? അങ്ങനെ ഉറപ്പിക്കാനായിട്ടൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു അക്കാലത്തൊക്കെ. മോഡേൺ മെഡിസിൻ വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞ കമന്റ് ചെയ്തേ. അങ്ങനെ വെരിഫൈ ചെയ്യുമായിരുന്നോ? മരിച്ചോ ഇല്ലയോ, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് ആള് ചിലപ്പോ വെറുതെ കണ്ണടച്ച് കിടക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ബോധക്ഷയം വന്ന് കിടക്കുവാണെങ്കിലോ ഒക്കെ അത് മരണമാണെന്ന് ഉറപ്പിക്കുമായിരുന്നു അന്നൊക്കെ. ആരും വന്ന് കൺഫേം ഒന്നും ചെയ്യില്ലായിരുന്നു അല്ലെ. പണ്ട് കാലത്ത് ഡോക്ടേഴ്സ് ഒന്നും വന്ന് വെരിഫൈ ചെയ്യില്ലായിരുന്നു എന്ത് ആള് മരിച്ചു എന്നുള്ളത്. അപ്പോ എന്താണെന്ന് വെച്ചാല് ആളുകള് ജീവനോട് തന്നെ ആയിരിക്കാം ചിലപ്പോ എന്ത് ചെയ്യുന്നത്, ആളുകളെ ദഹിപ്പിക്കുന്നത് അല്ലെ. ചിലപ്പോ അയാൾക്ക് ജീവൻ ഉണ്ടായിരിക്കാം, കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയും ചിലപ്പോ അയാൾ മരിച്ചെന്ന് പറയും. അപ്പോ ജീവനോടെ എന്ത് ചെയ്യാം, ചിലപ്പോ അദ്ദേഹത്തെ അവരെ ദഹിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ആളുകൾ ആ സമയത്തൊക്കെ പൊതുവെ എന്ത് ചെയ്യുമായിരുന്നു, പേടിക്കുമായിരുന്നു. കാരണം എന്താണ്, തങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ തങ്ങളുടെ റിലേറ്റീവ്സിനെ ജീവനോടെയാണോ ദഹിപ്പിക്കുന്നതെന്ന് അന്ന് ആളുകൾ പേടിച്ചിരുന്നു. അപ്പോ ഇത്തരത്തിൽ മോഡേൺ മെഡിസിൻ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കൺഫേം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉറപ്പാക്കൽ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പണ്ടെന്ന് പറഞ്ഞാല് ആൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അസുഖത്തോട് കൂടി അദ്ദേഹത്തിന് എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിന്റെ ശവമടക്കം നടത്തുമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ വീണ്ടും തിരിച്ചു കിട്ടുമോ, അല്ലെങ്കിൽ അദ്ദേഹം പഴയ അവസ്ഥയിലോട്ട് വരുമോ? അപ്പൊ നമുക്കറിയാലേ വസൂരി പോലുള്ള അസുഖങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് വരുമായിരുന്നു അല്ലെ. ആ സമയത്ത് എങ്ങനെയായിരുന്നു, ആളെ ദഹിപ്പിക്കുകയല്ലായിരുന്നോ ചെയ്തിരുന്നേ? അദ്ദേഹത്തിന്റെ അവരുടെ അസുഖം മാറ്റുമായിരുന്നോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവരെ ദഹിപ്പിക്കുകയായിരിക്കോ ചെയ്യുന്നേ? പണ്ടത്തെ കാലത്ത് ഇങ്ങനെ റയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ പണ്ടത്തെ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ആളുകളെയൊക്കെ പൂർണ്ണമായിട്ടും ദഹിപ്പിക്കും, കൊന്നുകളയോ അല്ലെ. അല്ലെങ്കിൽ കൊന്നുകളയെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അവരെ ദഹിപ്പിച്ചു കളയും. ഓക്കെ, എങ്ങനെയാണോ ഒരു ശവമടക്കം എങ്ങനെയാണ്, അതുപോലെ തന്നെ ജീവനോടെ തന്നെ ചിലപ്പോ അവരെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുകൾ വളരെയധികം പേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ടു ലെസൺ സച്ച് ഫിയേഴ്സ് the lately deceased were housed for a time in waiting mortuaries where attendants would watch for signs of life. ഈ സമയത്താണ് അതായത് ആളുകളുടെ പേടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് മോർച്ചറികള് ഉണ്ടാവാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ആ സമയം എന്ന് പറയുമ്പോൾ കാരണം ആളുകൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുക. കാരണം തങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും വന്ന് കൺഫേം ചെയ്യുന്നില്ല തങ്ങൾ മരിച്ചു എന്നുള്ളത്. അതിനു മുമ്പേ തന്നെ ജീവനോട് തന്നെ എന്തെങ്കിലും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ ഉള്ള ഒരു എന്താ പറയാ സ്ഥിതിയിലേക്കാണ് വന്നിട്ടുണ്ടാവുക. അപ്പോ ആ പേടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മരിച്ചവരുടെ ഡെഡ് ബോഡീസ് വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റുമായിരുന്നു. ഓക്കെ, അങ്ങനെ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫ്, ഇവിടെ അറ്റൻഡന്റ് എന്നാണ് പറയുന്നത്, ആ അറ്റൻഡന്റ് വന്ന് നോക്കും ആളിന് ജീവന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് മോർച്ചറികൾ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു,
ആ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് അവിടെയുള്ള ഒരു അറ്റൻഡന്റ് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ജീവന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, സയൻസ് ഓഫ് ലൈഫ് അല്ലെ, എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ, ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ദ കോർപ്സ്. കോർപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഡ് ബോഡി ആണ് അല്ലെ, മൃതദേഹം എന്ന് പറയുന്നത്. would be allowed to decompose partially prior to burial. ഇവിടെ ബർസൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. അതൊന്ന് വെട്ടിയിട്ട് ബറിയൽ എന്ന് എഴുതാം കേട്ടോ, ശവമടക്ക്. ഓക്കെ, ബറിയൽ എന്ന് എഴുതാം. അപ്പോ ഇത്തരത്തിൽ, അതായത് ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന ഡെഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ അത് പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയതാണ്. ബറിയൽ ആണ് കേട്ടോ, ബർസൽ അല്ല. ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ, ടെക്സ്റ്റിൽ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ അതിനകത്ത് തെറ്റുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള, അതായത് ഈ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് വരുന്ന ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് പാർഷ്യലി ഡീകമ്പോസ്ഡ് ആണ്, അതായത് പകുതി അത് ജീർണിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അതായത് ജീർണിക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഈ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുക, അടക്കം ചെയ്യുക. ഓക്കെ, അപ്പൊ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് വരുന്ന മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് അവിടെ വെച്ച് ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ അറ്റൻഡന്റ് വന്ന് സൈൻ ഉണ്ടോ എന്ന് നോക്കും. ഇനി അവിടെ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് പാർഷ്യലി ഡീകമ്പോസ്ഡ് ആണ് അല്ലെ, അതായത് എന്താ പറയാ, പകുതി ജീർണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു പണ്ട് കാലത്താണ് കൂടുതൽ ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് മോർച്ചറീസ് എന്ന് പറയുന്നത്. ആ സമയത്ത് എന്താ പറയാ, ഇത്തരത്തിലുള്ള ഫ്രീസറിംഗ് സംവിധാനങ്ങളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? 4 പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള മോർച്ചറി ആണ് അല്ലെ, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയും. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement home. It employs salaried personnel called mortuary disinfection service agents or morticians. Hospital mortuaries are part of hospital services. A hospital mortuary may be delegated as an autopsy site for forensic purpose. അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങള്, എ ഹോസ്പിറ്റൽ മോർച്ചറി സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലായിരിക്കാം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കെയർ സെന്ററിന്റെ ഭാഗമായോ. പിന്നെ അതുപോലെ തന്നെ ഹോസ്പൈസ്. ഹോസ്പൈസ് എന്താണ്, നമ്മൾ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഹോസ്പിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു റിട്ടയർമെന്റ് ഹോം അല്ലെ, ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഹോസ്പിസ്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിസ് സെന്ററിന്റെ ഭാഗമായോ, അല്ലെങ്കിൽ ഒരു കെയർ സെന്ററിന്റെ ഭാഗമായോ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമായോ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ഇറ്റ് എംപ്ലോയ്സ് സാലറിഡ് പേഴ്സണൽ കോൾഡ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് ഓർ മോർട്ടീഷ്യൻസ്. മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ശമ്പളക്കാരനായിട്ടുള്ള സ്റ്റാഫിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ്. ഓക്കെ, മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. അപ്പൊ 2 പേരുകളിലാണ് മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ആള് അറിയപ്പെടുക. ഒന്ന് ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് എന്ന് അറിയപ്പെടും, രണ്ടാമത് മോർട്ടീഷ്യൻസ് എന്നും അറിയപ്പെടും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ്. ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങളുടെ ഒരു ഭാഗം തന്നെയാണത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള സേവനങ്ങള് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ മോർച്ചറി സർവീസും എന്താണ്, ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. A hospital mortuary may be delegated. Delegated എന്ന് പറഞ്ഞാൽ എന്താണ്, ചുമതലപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. Delegated എന്ന് പറഞ്ഞാല് ചുമതലപ്പെടുത്തുക. As an autopsy site for forensic purpose. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായിട്ട്, അല്ല എന്താ പറയാ, ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു ഏരിയ കൂടിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് എന്ത് ചെയ്യുക,
ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ടത്? ഹോസ്പിറ്റൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ റൂറൽ ഏരിയാസ് വെയർ there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. അതായത് നമുക്കറിയാം ഈ ഒരു റൂറൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗ്രാമപ്രദേശങ്ങളാണ് അല്ലെ. അപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊന്നും തന്നെ എന്തുണ്ടാവില്ല, ചിലപ്പോ ബറിയൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള എന്താണ് പറയാ ഒരു വലിയ സൈസ് ഹോസ്പിറ്റൽ അല്ലെ, അതായത് തരക്കേടില്ലാത്ത ഒരു ഹോസ്പിറ്റലിലേക്കായിരിക്കും ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഡെഡ് ബോഡീസ് എങ്ങോട്ട് കൊണ്ടുവരിക? ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് കൊണ്ടുവരിക. അപ്പോ ഈ റൂറൽ ഏരിയാസിലുള്ള, അതായത് റൂറൽ ഏരിയാസിൽ മരണം നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെയാണ് എന്ത് സൂക്ഷിക്കുക? ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്. വിസിനിറ്റി എന്ന് പറഞ്ഞാല് സമീപ പ്രദേശം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എന്താ പറയാ, ഇപ്പൊ നമ്മൾക്ക് പറയില്ലേ താലൂക്ക് ആശുപത്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ താലൂക്കിലെ തന്നെ ഒരു അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും അത്. അപ്പോ ആ താലൂക്കിൽ ഉൾപ്പെട്ട പല ഗ്രാമങ്ങളും ഉണ്ടാകും. അവിടെയുള്ള ആളുകൾ കൂടുതലായിട്ടും മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഈ താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും. അപ്പോ ആ ഹോസ്പിറ്റൽ മോർച്ചറിയോട് സമീപത്തുള്ള അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാല് അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് റിസീവ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫീസ് എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റൽസ് ഈടാക്കാറുണ്ട്. വളരെ ചെറിയ നിരക്കില് ഫീസ് വാങ്ങാറുണ്ട് ഹോസ്പിറ്റൽസ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, ഫ്രീ ആയിട്ട് ചിലപ്പോ സർവീസ് കൊടുക്കില്ല, ഒരു ചെറിയ ഫീസ് ഈടാക്കാറുണ്ട്. അറിയാൻ പറ്റുമല്ലോ അല്ലെ? ഓർത്തു നോക്കിയേ, അറിയാമോ ഫീസ് ഈടാക്കാറുണ്ടെന്നുള്ളത്? അറിയാം. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടാവും, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിലേറ്റീവിൽ ആരെങ്കിലും ഒരാള് മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അവിടുത്തെ മോർച്ചറിയിലാണ് അത് സൂക്ഷിക്കുക. കൂടാതെ അവിടെയുള്ള ഹോസ്പിറ്റൽ അതോറിറ്റി അതിനുവേണ്ടി ഒരു ചെറിയ ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ദെൻ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. പ്രൈവറ്റ് മോർച്ചറി. A private mortuary is a private structure to receive remains waiting for burial or cremation. അതായത് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, നേരത്തെ നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറി ഒക്കെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ മോർച്ചറി ചിലപ്പോ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കാം പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ചില സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ ഒക്കെ ചേർന്ന് നടത്തുന്ന മോർച്ചറികളാണ് ഇത് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇതിനൊരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് ഉണ്ടാവുക. മാത്രമല്ല ശവസംസ്കാരത്തിനായി കാത്തു കിടക്കുന്ന ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് എവിടെയാണ്? പ്രൈവറ്റ് മോർച്ചറിയിലാണ്. ഓക്കെ, ചില കേസസുകളിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാത്ത അല്ലെങ്കിൽ അവിടെ വരെ എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഇപ്പൊ സ്വാഭാവിക മരണങ്ങളൊക്കെ ആണെങ്കിൽ, വീട്ടിൽ വെച്ച് മരണപ്പെടുന്ന കേസുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് മോർച്ചറിയിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ഈ ഡെഡ് ബോഡി മാറ്റുക. ഓക്കെ, അപ്പോ ശവസംസ്കാരത്തിനായിട്ട് കാത്തു കിടക്കുന്ന ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത് എവിടെയാണ്? ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. അതായത് കൂടുതലായിട്ടും വീട്ടിൽ വെച്ചുണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് പ്രൈവറ്റ് മോർച്ചറിയിലാണ് സൂക്ഷിക്കുക. കാരണം യാതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഡെത്ത് അല്ല, സ്വാഭാവികമായിട്ടുള്ള മരണമാണ്. വീട്ടിലിപ്പോ കുറേയധികം പ്രായമായിട്ടൊക്കെ കിടന്ന് മരിക്കുന്നവരൊക്കെ ഉണ്ടാവുക അല്ലെ,
അതായത് അസുഖങ്ങളൊന്നും ആയിരിക്കില്ല, ചിലപ്പോ ആ ഒരു വയസ്സിന്റേതായിട്ടുള്ള പ്രശ്നം, പ്രായമായിട്ട് മരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള മരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് മോർച്ചറിയിലാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് കെപ്റ്റ് ചെയ്യുക. Okay. Then മൂന്നാമത്തെ പോയിന്റ്, unlike a hospital mortuary, a private mortuary may not receive the bodies of individuals who died of certain infectious diseases. Important point ആണ് കേട്ടോ. അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിട്ടുള്ള ബോഡികള് ഇവിടെ സ്വീകരിക്കില്ല. അതായത് ചില അണുബാധയേറ്റ് ചില മരണങ്ങൾ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ എന്താ പറയാൻ പറ്റുക നിങ്ങൾക്ക്, ചില അണുക്കള് ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ റയർ ആയിട്ടുള്ള രോഗങ്ങൾ അങ്ങനെയൊക്കെ വന്ന് മരിക്കുന്നവരുണ്ടല്ലോ. അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് എന്ത് ചെയ്യില്ല, പ്രൈവറ്റ് മോർച്ചറിയില് സ്വീകരിക്കില്ല. കാരണം റിസ്ക് ഏറ്റെടുക്കാനായിട്ട് അവര് തയ്യാറല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊറോണ, ഓക്കെ, കോവിഡ് വന്നല്ലോ നമുക്ക്. കോവിഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വന്ന സമയത്ത് ധാരാളം പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് മോർച്ചറിയിൽ അവരുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഏതെങ്കിലും വാർത്തയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ആരാണ് അവരുടെ ഡെഡ് ബോഡി കൈകാര്യം ചെയ്തത്? അപ്പോ നിപ്പ, കൊറോണ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് മരിച്ചിട്ടുള്ളവരില്ലേ? ഗവൺമെന്റ് ആണ്. കാരണം ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള ഫോർമാലിറ്റീസോട് കൂടി മാത്രമാണ് അതിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക, അല്ലെ? ശവസംസ്കാര ചടങ്ങുകൾ മാത്രമല്ല, നമ്മള് ധാരാളം കാര്യങ്ങൾ, അതായത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകള് ധാരാളം പ്രിക്കോഷൻസ് എടുത്താലാണ് ആ രോഗം, അതായത് രോഗകാരി ഒരിക്കലും മരിക്കുന്നില്ല. ആ ഒരു രോഗി മരിച്ചെങ്കിലും ആ രോഗമാണോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് കുറെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകാം. അപ്പൊ അത് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം പ്രിക്കോഷൻസ് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകള് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മോർച്ചറിയിലുള്ള ആളുകള് ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊന്നും എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾ വന്ന് മരിച്ചവരുടെ കാര്യങ്ങൾ ഗവൺമെന്റ് മോർച്ചറി അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് കൈകാര്യം ചെയ്യുക. ഓക്കെ. Then next point, all private mortuaries are run by funeral homes. പിന്നെ ചില പ്രൈവറ്റ് മോർച്ചറികളില് ഫ്യൂണറൽ, അതായത് ശവസംസ്കാരം നടത്താറുണ്ട്, ഫ്യൂണറൽസ് നടത്താറുണ്ട് കേട്ടോ. ഓക്കെ, മൃതദേഹം കാത്തു സൂക്ഷിക്കുക മാത്രമല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് ദഹിപ്പിക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്, പ്രൈവറ്റ് മോർച്ചറികളിൽ നടത്താറുണ്ട്. അതിനുള്ള സൗകര്യവും അവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. Okay. The last one, private mortuaries are part of the external services funeral homes. അതായത് സ്വകാര്യ മോർച്ചറികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് മോർച്ചറികൾ എന്ന് പറയുന്നത് ശവസംസ്കാര കേന്ദ്രങ്ങളുടെ പുറം സേവനങ്ങളിൽ ഒന്നാണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സർവീസ് ആണ് ആര് കൊടുക്കുന്നത്? പ്രൈവറ്റ് മോർച്ചറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ ഒരു ഇത് വരുന്നുണ്ട്, they come under the category either of funeral home or funeral parlor. ഞാൻ പറഞ്ഞു ദഹിപ്പിക്കൽ പോലുള്ള കാര്യങ്ങളൊക്കെ ആര് നടത്തുന്നുണ്ട്? പ്രൈവറ്റ് മോർച്ചറീസ് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്നതിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? പ്രൈവറ്റ് മോർച്ചറി ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ് തുടങ്ങി. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി വരെ വായിക്കുക കേട്ടോ, റീഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാട്ടോ. ഓക്കെ. അടുത്ത നോക്കിയാൽ നിങ്ങൾ മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്, അതായത് എങ്ങനെയാണ് ഒരു മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ദ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി, അതായത് എന്ത് ചെയ്തിരിക്കണം, കറക്റ്റ് ആയിട്ട് മോർച്ചറിയിലെ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഓരോ ദിവസവും എത്ര ഡെഡ് ബോഡീസ് ആണ് വരുന്നത്, അവരുടെ ഐഡന്റിറ്റി എന്താണ്, ഏത് സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്, എന്തായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ചിലപ്പോ ഓൾഡ് ഏജ് ആയിട്ട് മരിച്ചിട്ടതായിരിക്കാം, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിരിക്കാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത് വരാറുണ്ടല്ലോ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ രജിസ്റ്റർ എന്ത് ചെയ്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. The mortuary occupancy register is updated precisely. Then രണ്ടാമത്തെ പോയിന്റ്, the necessary temperature of the mortuary is observed and sustained. അതുപോലെ തന്നെ എന്താണ്, മോർച്ചറിയിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു താപനില എപ്പോഴും നിരീക്ഷിക്കുകയും അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, ക്ലീൻലിനെസ് ആൻഡ് ടിഡിനെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശുചിത്വമാണ്, ശുചിത്വം. ടിഡിനെസ് എന്ന് പറഞ്ഞാല് വൃത്തിയാണ്. ഓക്കെ, അപ്പോ മോർച്ചറിയില് നല്ല രീതിയിലുള്ള ശുചിത്വം, അതായത് ക്ലീൻലിനെസ്സും അതുപോലെ തന്നെ ടിഡിനെസ്, വൃത്തിയും ഉണ്ടായിരിക്കണം. ഓക്കെ, മരിച്ച ആളുടെ മൃതദേഹമാണെന്ന് കരുതി അത് വൃത്തികേടാക്കി ഇടുകയോ അല്ലെങ്കിൽ ശരിയായി പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യരുത്. അവർ അന്തരീക്ഷം നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. അതുപോലെ തന്നെ മോർച്ചറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. ആ ഒരു സെക്യൂരിറ്റി ഏരിയ ആയിരിക്കണം കൂടുതൽ, എന്താ പറയാ, സുരക്ഷ ഉറപ്പാക്കണം മോർച്ചറിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പല കേസുകൾ ചിലപ്പോൾ മർഡർ ഇതായിട്ടായിരിക്കാം ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്നത്, ആക്സിഡന്റ് ആയിരിക്കാം. അപ്പൊ പലതരത്തിലുള്ള തെളിവുകളും ചിലപ്പോൾ ബോഡിയിൽ ഉണ്ടായിരിക്കാം. അതൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ ആ ഡെഡ് ബോഡിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം, ആ ഡെഡ് ബോഡി ഉള്ള ഏരിയ അല്ലെങ്കിൽ ആ മോർച്ചറി ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും സെക്യൂരിറ്റിയോടെ ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, then next one, infection control standards and agendas are strictly sustained at all times. അതുപോലെ തന്നെ അണുബാധ നിയന്ത്രണത്തിനുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള അജണ്ടാസ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. ഞാൻ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, OTയും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം റൂമും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്? എങ്ങോട്ടാണ് അണുക്കൾ കയറാനുള്ള സാധ്യത? അകത്ത് നിന്ന് പുറത്തേക്കാണോ, പുറത്തു നിന്ന് അകത്തേക്കാണോ? എങ്ങോട്ടാണ്? ഒന്ന് കമന്റ് ചെയ്തേ.
മോർച്ചറി ആണെങ്കിൽ ഡെഡ് ബോഡീസിൽ എന്തുണ്ടാവും? ധാരാളം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ആണ് അല്ലെ, ധാരാളം അണുക്കൾ ഉണ്ടാവുക അല്ലെ, ഇൻഫെക്ഷസ് ആയിട്ടുള്ള രോഗാണുക്കൾ ഉണ്ടാകുക. അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക്, അതായത് പുറത്തുള്ള മറ്റാളുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് അണുബാധ നിയന്ത്രണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് മോർച്ചറിയുമായി ബന്ധപ്പെട്ടിട്ട് ആ മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. ക്ലിയർ ആണോ? 5 പോയിന്റ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി? ഓട്ടോപ്സി എന്താ? കേട്ടിട്ടുണ്ടല്ലോ ഓട്ടോപ്സി. ഓട്ടോപ്സി എന്താ? പോസ്റ്റ്മോർട്ടം ആണ് അല്ലേ? ഓക്കെ, പോസ്റ്റ്മോർട്ടം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ ക്ലിനിക്കൽ ആസ് വെൽ ആസ് മെഡിക്കോ ലീഗൽ പർപ്പസസ്. അതായത് ഓട്ടോപ്സി എന്ന് പറയുന്നത് ഇത് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് ആണ് അല്ലെ, അതായത് മൃതദേഹ പരിശോധനയാണ്. ഓക്കെ, ഓട്ടോപ്സി എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ആണ്, അല്ലെങ്കിൽ മൃതദേഹ പരിശോധന എന്ന് പറയും. ഇത് ക്ലിനിക്കൽ ആയിട്ടും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടി നടത്താറുണ്ട്. ഓക്കെ, ക്ലിനിക്കൽ കേസിൽ നടത്താറുണ്ട്, മെഡിക്കോ ലീഗൽ പർപ്പസിൽ നടത്താറുണ്ട്. എന്താണ് മെഡിക്കോ ലീഗൽ പർപ്പസ്? അറിയാതിരിക്കുമല്ലോ നിങ്ങൾക്ക്, പല പ്രാവശ്യവും ഞാനിപ്പോ പറയുന്നു. മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി ചെയ്യാറില്ലേ? ഇല്ലേ? മെഡിക്കോ ലീഗൽ പർപ്പസ്, ലീഗൽ പർപ്പസ് അല്ലേ? മെഡിക്കോ ലീഗൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഇന്ററാക്ഷൻ അതിനകത്ത് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്താ പറയുക, ആക്സിഡന്റ്, മർദ്ദം പോലുള്ള കാര്യങ്ങളാണ് ലീഗൽ റിക്വയറിംഗ് ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള ഓട്ടോപ്സിക്ക് പറയുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ക്ലിനിക്കൽ ഓട്ടോപ്സിയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് നോക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിയെ നമ്മൾ മറ്റൊരു ടേമിൽ വിളിക്കും. ആ ടേം ആണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ദ മോർട്ടാലിറ്റി വെൻ ആന്റിമോർട്ടം എഫേർട്സ് ഹാവ് ഫെയിൽഡ്. ആന്റിമോർട്ടം എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് എന്നാണ് കേട്ടോ. ആന്റിമോർട്ടം മീൻസ് മരിക്കുന്നതിന് മുമ്പ്. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിക്ക് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ആശുപത്രിയിൽ വെച്ച് മരിച്ച ഒരാള്, ഓക്കെ, അയാളെ ഓട്ടോപ്സിക്ക് വിധേയമാക്കുവാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ വിധേയമാക്കുന്നത്. അതിനെ നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്നാ പറയാ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്? അതായത് മരണത്തിലേക്ക് നയിച്ച രോഗം എന്തെന്ന് കണ്ടെത്താനും മരണത്തിന് മുൻപ് ഡോക്ടേഴ്സ് എടുത്ത ചില എഫേർട്ടുകള് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു എന്നറിയാനും. ഒന്നുകൂടി ഞാൻ പറയാം. മരണത്തിലേക്ക് നയിച്ച രോഗം എന്തെന്ന് കണ്ടെത്താനും മരണത്തിന് മുമ്പ് ഡോക്ടേഴ്സ് എടുത്ത ചില എഫേർട്ടുകള് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നറിയാനും വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഞാനിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയാം. നിങ്ങൾ വൈറസ് സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ലിനി സിസ്റ്ററിന്റെ ജീവിതത്തെ ആധാരമാക്കിയിട്ടാണ് ഒരു സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് എക്സാമ്പിൾ പറയാണ് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അതായത് ആ സമയത്ത് ആ ഒരു സിസ്റ്റർ അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ രോഗത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. ആ സിസ്റ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ആ രോഗത്തിന്റെ തീവ്രത എന്താണ്, ആ രോഗം എന്ത് എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നത് അല്ലെ? അപ്പൊ ആ ഒരു മരണ കാരണം എന്താണ്, അവരെ ആ മരണത്തിലേക്ക് നയിച്ച രോഗാണോ എന്താണ്, അല്ലെങ്കിൽ ആ രോഗം എന്താണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അത്രയും ചികിത്സകൾ അവർക്ക് കൊടുത്തിട്ടും ആ ഒരു സമയമായപ്പോൾ അവര് മരിച്ചത്, എന്തുകൊണ്ടാണ് ആ ഡോക്ടേഴ്സിന്റെ ഒക്കെ എഫേർട്ടുകൾ അവിടെ ഫെയിലിയർ ആയത് എന്നതിനെ കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ ഓട്ടോപ്സികൾ നടത്തുന്നത്. ഞാനൊരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? അവരുടെ രോഗം എന്താണെന്ന് കണ്ടെത്തുന്നതിനും എന്തുകൊണ്ടാണ് അവര് മരിക്കുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് ധാരാളം ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അത് ഫലിക്കാത്തതെന്നും
പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണ്? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി കേട്ടോ. ഇതിനകത്ത് നമ്മൾ സെന്റൻസ് വായിക്കുമ്പോൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാത്ത പോലെ തോന്നും, അതുകൊണ്ടാണ് എക്സാമ്പിൾ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി അടുത്തത് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് to establish the nature of the disease which has to lead to death when anti-mortem attempts have failed. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, മരണത്തിന് മുമ്പ് രോഗം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുകയും മരണത്തിന് ശേഷം ആ രോഗം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി പറയാം. To establish the nature of the disease which has led to death when antemortem എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് മുമ്പ് കേട്ടോ. Attempts have failed, മരണത്തിന് മുമ്പ് രോഗം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ മരണത്തിന് ശേഷം ആ രോഗം എന്താണെന്ന് കണ്ടെത്തുന്നതിന്. അതാണ് ഒരു പർപ്പസ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്? ആ, ഇത് വളച്ചൊടിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോ ചില കുട്ടികളുടെ തലയിൽ കയറണം എന്നില്ല, അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടു സ്റ്റഡി പാത്തോളജി ഓഫ് ദിസ് ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ഡെത്ത് ഈവൻ വെൻ ദ ഡയഗ്നോസിസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് പ്രയർ ടു ഡെത്ത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. മരണം സംഭവിക്കുന്നതിന് മുൻപേ രോഗം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആ രോഗത്തിന്റെ പാത്തോളജി, അതായത് രോഗത്തിന്റെ കാരണം എന്താണ്, അവ ശരീരത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണ് എന്നിവയെ കുറിച്ച് വിശദമായി പഠിക്കാൻ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ചിലപ്പോ ആള് മരിക്കുന്നതിന് മുമ്പ് രോഗം കണ്ടെത്തിയിട്ടുണ്ടാവാം. ഓക്കെ, മരിക്കുന്നതിന് മുമ്പ് എന്താണ് അയാളുടെ രോഗം എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അയാളെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ രോഗത്തിന്റെ പാത്തോളജി, അതായത് ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, ആ രോഗാണു എന്താണ്, ഏതൊക്കെ ഓർഗൻസിനെയാണ് ഇത് ഫെയിലിയർ ആക്കിയിട്ടുള്ളത്, എന്താണ് അതിന്റെ പ്രത്യേകത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്? ഓക്കെ, മൂന്നാമത്തത് കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. മെഡിക്കോ ലീഗൽ ML ഓട്ടോപ്സി. അടുത്ത പോയിന്റ് ആണ് കേട്ടോ. മൂന്നാമത്തെന്ന് പറയാൻ പറ്റില്ല, നെക്സ്റ്റ് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ 2 പോയിന്റ് പറഞ്ഞത് ക്ലിനിക്കൽ ഓട്ടോപ്സിയെ കുറിച്ചാണ്. ഇനി അടുത്തത് പറയാൻ പോണത് മെഡിക്കോ ലീഗൽ ML ഓട്ടോപ്സിയെ കുറിച്ചിട്ടാണ്. Okay, medico legal ML autopsy is executed with the aim of providing answers to questions about the identity, cause of death, time of death, situation of death, etc. is benefiting the law enforcing agencies to settle the crime. നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലേ? അതായത് മരിച്ച ആളുടെ ഐഡന്റിറ്റി എന്തെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് മരിച്ചത്, കാരണം എന്താണ്, മരണ കാരണം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഏത് സമയത്താണ് ഡെത്ത് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, അല്ലെ, എന്ത് സാഹചര്യം കൊണ്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്, സിറ്റുവേഷൻ എന്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുറെ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം മണ്ണിടിച്ചിലുണ്ടായിട്ട് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ, അല്ലെ, പുഴയിൽ വീണ് മരിക്കുകയുണ്ടായി, അല്ലെ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടല്ലേ? അദ്ദേഹത്തിന് ചെയ്തിരിക്കുന്ന ഓട്ടോപ്സി ക്ലിനിക്കൽ ഓട്ടോപ്സി ആയിരിക്കോ അതോ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആയിരിക്കോ ചെയ്തിട്ടുണ്ടാവുക?
ഏത് ഓട്ടോപ്സി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണ് അല്ലെ? കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കിട്ടിയത് അല്ലെ, മാസങ്ങൾക്ക് ശേഷമാണ് കിട്ടിയത്. അപ്പൊ അത് അദ്ദേഹമാണെന്ന് ഉറപ്പുവരുത്തണം. അതിനെയാണ് കണ്ടോ നോക്കിയാണ് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ലഭിക്കണം അല്ലെ, എബൌട്ട് ദ ഐഡന്റിറ്റി, വ്യക്തിത്വം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്, മരണ കാരണം എന്താണ്, ഏത് സമയത്താണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുക, അതുപോലെ തന്നെ എന്തായിരുന്നു സിറ്റുവേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നടത്തുന്നത്. മാത്രമല്ല ഇതെന്തിനാണ് സഹായിക്കുന്നത്, അതായത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നടത്തുന്നതിലൂടെ കോടതി, പോലീസ് തുടങ്ങിയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ഏജൻസികൾക്ക് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും അത് തീർപ്പാക്കാനും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സികൾ സഹായിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലൂടെ അത് പോലീസിനും കോടതിക്കും മറ്റ് നിയമപരമായിട്ടുള്ള ഏജൻസികൾക്കും ഒക്കെ എന്താണ്, ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, അടുത്തത് പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. നിങ്ങളുടെ ടെക്സ്റ്റിൽ ML എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്? അതെ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ML ഓട്ടോപ്സിയുടെ ഉദ്ദേശം, പർപ്പസ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ML എന്നാണെങ്കിൽ കുഴപ്പമില്ല, MI എന്നുണ്ടെങ്കിൽ ML എന്നാക്കാം കേട്ടോ. ML എന്നാണ്, ML ഈ ഒരു നമ്മുടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട്, ഈ സ്ക്രീനിലുള്ളത് MI എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ പർപ്പസ് നോക്കാം നമുക്ക്. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. ഓക്കെ, അതായത് കൃത്യമായ മരണ കാരണം ഉൾപ്പെടെ റീസൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് ഓട്ടോപ്സിയിൽ പറ്റുന്നതാണ്, നോർമൽ ആയിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. കൃത്യമായ മരണ കാരണം ഉൾപ്പെടെ മരണരീതി കണ്ടെത്തുന്നതിന്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള മരണ കാരണം അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയിലൂടെ തെളിയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായ മരണ കാരണം ഉൾപ്പെടെ മരണരീതി കണ്ടെത്തുന്നതിന്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്. അതായത് മരിച്ച വ്യക്തി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് കേട്ടോ. മരിച്ച വ്യക്തി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്. മരണത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി ചെയ്യുമ്പോഴായിരിക്കും ഇദ്ദേഹം മരിച്ചിട്ട് ഇത്ര മണിക്കൂറായെന്ന് റിപ്പോർട്ട് വരിക അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാവുക? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പറയുന്നത്, അവര് കേട്ടിട്ടില്ലേ? അദ്ദേഹം മരിച്ചിരിക്കുന്നത് ഈ ഒരു ടൈമിലായിരിക്കാം, ഇത്ര മണിക്കൂറിന് മുമ്പായിരിക്കാം അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ടുണ്ടാവാന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ സമയം കൃത്യമായി കണക്ക് കൂട്ടുന്നതിന്. ഓക്കെ, ടു കളക്ട് ട്രേസ് എവിഡൻസ്. അതായത് തെളിവുകൾ ശേഖരിക്കുന്നതിന്. എങ്ങനെയാണ് തെളിവുകൾ ശേഖരിക്കുക? ചില തെളിവുകൾ ശേഖരിക്കുക അല്ലെ? അതായത് എന്തുകൊണ്ടാണ്, അതായത് ചിലപ്പോ മർദ്ദന അറ്റംപ്റ്റ് ഒക്കെ നടക്കുവാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, സൗമ്യ വധക്കേസ്. ട്രെയിനിൽ നിന്ന് അവിടെ വെച്ച് മരിച്ച, നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സൗമ്യ വധക്കേസ്. അതിനകത്ത് ആദ്യമേ തുടങ്ങി കുറച്ച് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അവര് ട്രെയിനിൽ നിന്ന്, അതായത് പെട്ടെന്ന് വീണതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, കാല് തന്നെ വീണതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു ഗോവിന്ദസ്വാമി. അതിനുശേഷം അവരുടെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോഴാണ് ശക്തമായിട്ടൊരു ആയുധം കൊണ്ട് അവർ തലക്കടിച്ചിട്ടാണ് അവർക്ക് മരണം സംഭവിച്ചതെന്ന്. ഓക്കെ, അപ്പോ ഈ ഒരു എവിഡൻസ്, ഇത്തരം തെളിവുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ, അതായത് പല കേസുകളും നമ്മള് ചിലപ്പോൾ ആത്മഹത്യന്നോ
അല്ലെങ്കിൽ സ്വാഭാവിക മരണമെന്നോ കരുതപ്പെടുന്ന പല കേസുകളും പോസ്റ്റ്മോർട്ടം നടത്തുന്നതിലൂടെയാണ് അത് തെളിയിക്കപ്പെടുന്നത്. That's to collect trace evidence. Okay. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ്, റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. അതായത് ഒരു കൊല നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു മർദ്ദന നടന്നിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് കൃത്യമായ കാരണം, കൃത്യമായ സമയം, കൃത്യമായ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആ മരണം പുനരാവിഷ്കരിക്കുന്നു. ഓക്കെ, അത് പോസ്റ്റ്മോർട്ടം നടത്തിയതും മെഡിക്കൽ ഓട്ടോപ്സി ചെയ്തതിന് ശേഷമാണ് അത് വരിക. ഇപ്പോ ഞാനിപ്പോ പറഞ്ഞല്ലോ, സൗമ്യ വധക്കേസ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓർമ്മ അടിക്കുന്നില്ലല്ലോ പറഞ്ഞത് കേട്ടിട്ട്? പറഞ്ഞോട്ടെ, പറയാലോ? ഓക്കെ. അതായത് ആ സൗമ്യ വധക്കേസ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം, അതായത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായിട്ടൊരു കഥ പോലെ നമുക്ക് ആ ഒരു ക്രൈം സീൻ മുന്നിൽ വന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ? അതായത് ആ കുട്ടി എപ്പോഴാണ് ട്രെയിൻ കയറിയത്, എപ്പോഴാണ് ആ കുട്ടി ഷൊർണൂർ എത്താൻ, ഏത് സമയത്തായിരുന്നു, ഈ പ്രതി എന്ന് പറയുന്ന ആൾ എപ്പോഴാണ് കയറിയത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കഥ പോലെ നമുക്ക് മുന്നിൽ ആ ക്രൈം സീൻ തെളിയുന്നതിന് അല്ലെങ്കിൽ അതിനെ ഒന്ന് പുനരാവിഷ്കരിക്കുന്നതിന് ഈ ഒരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും നമ്മുടെ മുന്നിൽ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞു. Then last one, even though the procedure of both the autopsy is the same, they are dissimilar in some aspects. Usually the clinical autopsy is performed by the pathologist and ML autopsy by a forensic expert. അതായത് രണ്ട് തരത്തിലുള്ള ഓട്ടോപ്സികളാണ് പറഞ്ഞത്. ഒന്ന് ക്ലിനിക്കൽ ഓട്ടോപ്സി പറഞ്ഞു, ഒന്ന് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പറഞ്ഞു. രണ്ടിനും നടത്തുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ സെയിം ആണ്, ഒരുപോലെയാണ് ഓട്ടോപ്സി ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാല് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു പാത്തോളജിസ്റ്റ് ആണ്. ഓക്കെ, ഒരു പാത്തോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുക. എന്നാൽ മെഡിക്കോ ലീഗൽ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. ഓക്കെ, ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഫോറൻസിക് വിദഗ്ധ എന്നൊക്കെ നിങ്ങൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? ചില പോസ്റ്റ്മോർട്ടം നിങ്ങൾക്ക് നടന്നതിന് ശേഷം അവരോട് ഇപ്പൊ ന്യൂസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും, അവരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ താഴെയായിട്ട് എഴുതും ഫോറൻസിക് വിദഗ്ധ അല്ലെങ്കിൽ ഫോറൻസിക് സർജൻ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സികളിലാണ് ഇങ്ങനെയുള്ള ഫോറൻസിക് സർജൻ അല്ലെങ്കിൽ ഫോറൻസിക് എക്സ്പേർട്ടുകളെ കൊണ്ട് ഓട്ടോപ്സി ചെയ്യിക്കുന്നത്. നോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ, ക്ലിനിക്കൽ ആയിട്ടുള്ളതാണെങ്കിൽ ഒരു പാത്തോളജിസ്റ്റ് ആണ് അത് ചെയ്യുക. ഓക്കെ, രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായാലും അതൊന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ഒരു പാത്തോളജിസ്റ്റ് ആണെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ്? ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞു തരാം, അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഫസ്റ്റ് പോയിന്റ് അല്ലേ, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. അതായത് ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലെഡ് ടു ഡെത്ത് when antemortem attempts have failed. Antemortem എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് എന്നാണ് കേട്ടോ. അതായത് മരണത്തിന് മുമ്പ് രോഗം കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ
മരണത്തിന് ശേഷം ആ രോഗം എന്താണെന്ന് കണ്ടെത്തുന്നു. അതായത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോ അയാളുടെ രോഗം ചിലപ്പോൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിൻഡി സിസ്റ്ററുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അനിപ്പ എന്ന് പറയുന്ന രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് അവര് മരിച്ചതിന് ശേഷമാണ്. ഓക്കെ, അതുവരെ അതിനെക്കുറിച്ച് യാതൊരു അവയർനെസ്സും ഉണ്ടായിരുന്നില്ല. അപ്പൊ മരണത്തിന് മുമ്പ് അവരുടെ രോഗം എന്താണെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ മരണത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആ രോഗമാണോ എന്താണ് ആ രോഗം എന്ന് കണ്ടെത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. ഓക്കെ, ക്ലിയർ? നീതു, നീതു ക്ലിയർ ആണോ? ഓക്കെ, പോയിന്റുകൾ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇവിടെ താഴെ ഇൻട്രൊഡക്ഷനില് ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ്, തേർഡ്, 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് കേട്ടോ. ഇൻട്രൊഡക്ഷനില് മോർഗ്, അതുപോലെ തന്നെ മോർഗിന്റെ മീനിങ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. Then types of dead bodies preserved in the mortuary can be classified as non-medico-legal, medico-legal. Non-medico-legal, medico-legal. കേട്ടോ, അത് 2 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ COPP എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. COPP then എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ, എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ? പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കേട്ടോ. then ടൈപ്സ് ഓഫ് മോർച്ചറിയില് ഹോസ്പിറ്റൽ മോർച്ചറി ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റൽ മോർച്ചറി, ഓട്ടോപ്സിയില് ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി, അണ്ടർലൈൻ ചെയ്യാട്ടോ. then മെഡിക്കോ-ലീഗൽ ഓട്ടോപ്സി, ML, മെഡിക്കോ-ലീഗൽ ഓട്ടോപ്സി. അത് പറയുന്നില്ല ഒരു പാരഗ്രാഫ്, is executed with the aim of providing answers to questions about the identified cause of death, time of death. അതൊക്കെ പറയുന്നില്ലേ, അതൊക്കെ അണ്ടർലൈൻ ചെയ്യാട്ടോ. The last one, even though the procedure of both the autopsy is same, they are dissimilar in some aspects. Usually the clinical autopsy is performed by the pathologist and ML autopsy by forensic expert. Okay, ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നോട്ട് ചെയ്തായിരുന്നോ? മാം, ക്ലിനിക്കൽ ഓട്ടോപ്സി ഒന്ന് റീഡ് ചെയ്യാമോ? ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മോളെ, കേൾക്കുന്നില്ല? ക്ലിനിക്കൽ ഓട്ടോപ്സി ഒന്ന് റീഡ് ചെയ്യാമോ മാം? ക്ലിനിക്കൽ ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. പാത്തോളജിക്കൽ ഓട്ടോപ്സി കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ലൂസ്ലി എന്ന് പറയുമ്പോ മാം അതിന്റെ ശരിയാണ്, അതിനെ മറ്റൊരു തരത്തിൽ പറയുന്നതാണ്. ഇല്ല, പർപ്പസ് അങ്ങനെ ചോദിക്കണം എന്നില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് മതിയില്ലേ? എക്സാമിന് മുമ്പ് പറഞ്ഞുതരാം കേട്ടോ, ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. നല്ലതായിരുന്നില്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ ചാപ്റ്റർ? ഇൻട്രസ്റ്റിംഗ് ആണോ? കുറച്ച് നെഗറ്റീവ് ആയിരുന്നെങ്കിലും കൊള്ളായിരുന്നു. അതെ, കുറച്ച് നെഗറ്റീവ് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇത് എടുക്കാനായിട്ട്. കാരണം മൊത്തം പറയുന്നത് ഡെഡ് ബോഡിനെ കുറിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് പറഞ്ഞു തരാനേ നിവൃത്തിയുള്ളൂ. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സില് ലേബർ റൂം ആണ് എടുക്കുക കേട്ടോ. ലേബർ റൂം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. Okay, അപ്പൊ ഭയങ്കര കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.